ഈ മേഖലയിലെ ഉള്ള സംഘർഷത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഈ മേഖലയിലുള്ള രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസിയുമായി വിദേശകാര്യ മന്ത്രാലയം നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ട്. പ്രധാനമായും ആശങ്കയുണർത്തുന്നത് ഈ മേഖലയിലുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷ തന്നെയാണ്. അത് വിദ്യാർത്ഥികളടക്കമുള്ള ഈ മേഖലയിൽ ഉള്ള ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശം അതത് എംബസികൾക്ക് നൽകിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ അവരെ തിരികെ കൊണ്ടുവരുന്നത് ഇപ്പോൾ പ്രായോഗികമായ ഒരു മാർഗമല്ല എന്നാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ അവലോകന യോഗത്തിൽ വിലയിരുത്തലുണ്ടായത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഇടങ്ങളിൽ അവർക്ക് സുരക്ഷ ഒരുക്കുക, അതിനായി ഈ രാജ്യങ്ങളുമായി നിരന്തരം സമ്പർക്കം പുലർത്തുക എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലൊരു ഒഴിപ്പിക്കൽ ആവശ്യമായി വരികയാണെങ്കിൽ അതിന് തയ്യാറെടുക്കാൻ വ്യോമസേനയ്ക്കും നാവികസേനയ്ക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനായുള്ള തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇതോടൊപ്പം തന്നെ ഈ മേഖലയിലെ മറ്റ് വ്യാപാര ബന്ധങ്ങൾ അടക്കമുള്ള കാര്യങ്ങളും ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുന്നു. എണ്ണവില കുതിച്ചുയരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അത് എപ്പോൾ വരെ ഈ ഒരു സംഘർഷം തുടരുമെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ആയി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകൾക്കായി വാണിജ്യ വ്യവസായ മന്ത്രാലയം, വിദേശകാര്യ മന്ത്രാലയം, കയറ്റുമതി മേഖലയിലെ പ്രമുഖർ, കയറ്റുമതിക്കാർ എന്നിവരുമായി ചേർന്ന് ഒരു അടിയന്തര യോഗം ചേരാനുള്ള നിർദ്ദേശവും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് മറ്റ് ഈ സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടി ഏത് തരത്തിൽ ഇന്ത്യക്ക് ഇടപെടാൻ കഴിയും എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകളും നടന്നിരിക്കുന്നു. നിലവിലെ പശ്ചാത്തലത്തിൽ അത്തരത്തിലുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നില്ല. എങ്കിൽ പോലും അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായാൽ ഏത് തരത്തിലാണ് ഇടപെടേണ്ടത് എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയുടെ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. സംഘർഷം അവസാനിപ്പിച്ച് ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണം എന്ന പ്രധാനമന്ത്രി ഈ കനേഡിയൻ പ്രധാനമന്ത്രിയുമായി നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ തന്നെ ആഹ്വാനം ചെയ്തിരിക്കുന്നു. അതാണ് ഇന്ത്യയുടെ ഒരു നയം. ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കുക. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ ശ്രമങ്ങൾ ഈ സമവായ നീക്കത്തിന് ആവശ്യമായി വരികയാണെങ്കിൽ അതിന് തയ്യാറാണ് എന്നുള്ള ഒരു തീരുമാനം കൂടിയാണ് കഴിഞ്ഞ ദിവസത്തെ സുരക്ഷാ അവലോകന യോഗത്തിൽ എടുത്തിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ അതിനായി ഈ പ്രശ്നങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം.